ഉറപ്പായിട്ടും തോൽവി സമ്മതിക്കുന്ന, അതായത് അവർക്ക് ഞങ്ങൾ തോക്കുമെന്ന് 100% അറിയും. നാളത്തെ ദിവസം നാട് കടക്കാൻ ശ്രമിക്കുന്ന CPM-ന്റെ 5 മന്ത്രിമാരാണ് ഇവർ. നിങ്ങൾ എഴുതി വെച്ചോളൂ, നാളെയാണ് സംഭവം, നാളെയാണ് വോട്ടെണ്ണുന്നത്, നാളെ റിസൾട്ട് അറിയും. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന പണിക്ക് പോവാം. ഓക്കെ, അതായത് ഞാൻ പറയുന്ന 5 മന്ത്രിമാർ 100% തോറ്റ് പണ്ടാരടങ്ങും. അത് ആരെന്ന് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. മെയ് 4-ാം തീയതി CPM കരിദിനമായി ആഘോഷിക്കും. അതിൻ്റെ കാരണം ഞാൻ പറയാം. EMS മുതൽ, അതായത് CPM-ന്റെ ആദ്യ മുഖ്യമന്ത്രി EMS ആണ്. എന്നാൽ CPM പാർട്ടിയുടെ ഏറ്റവും അവസാനത്തെ മുഖ്യമന്ത്രി അത് ശ്രീ പിണറായി വിജയനാവാനാണ് എല്ലാ സാധ്യതയുമുള്ളത്. CPM പാർട്ടിക്ക് ഇനിയൊരു തിരിച്ചുവരവ് ദൂരമാണ്. CPM പാർട്ടി ഇനി എത്ര ത്യാഗം ചെയ്യണമെന്ന് CPM-ന് തന്നെ അറിയത്തില്ല. അതുകൊണ്ട് മെയ് 4-ാം തീയതി കരിദിനമായി CPM ആഘോഷിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇന്ത്യയിൽ നിന്ന് തന്നെ CPM തുടച്ചു നീക്കുന്ന ഒരു ദിനമാണ് മെയ് 4. വിഷയത്തിലേക്കൊക്കെ കടക്കാം. ഒരൊറ്റ കാര്യം പറയുകയാണ് പൊന്നു മനുഷ്യന്മാരെ. അതായത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി. ഇന്ത്യയുടെ ചരിത്രത്തിൽ 1952 ശേഷം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നവരെ, അതായത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് CPM-ന്റെ മുഖ്യമന്ത്രി ഉണ്ടാവും. ഒന്നുകിൽ കേരളത്തിലുണ്ടാവും, അല്ലെങ്കിൽ ബംഗാളിലുണ്ടാവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരാടത്ത് CPM-ന്റെ മുഖ്യമന്ത്രി ഉണ്ടാവും. എന്നാൽ നാളെ തൊട്ട് ആ റെക്കോർഡ് ഇല്ലാതാവാൻ പോവുകയാണ്. ഇന്ത്യയിൽ CPM മുഖ്യമന്ത്രി എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്നേക്കുമായിട്ട് ഇല്ലാതാവാൻ പോവുകയാണ്. CPM തകർന്ന് തരിപ്പണമായി എന്ന് നമുക്ക് പറയാം. അതായത് പിണറായി വിജയന്റെ ഭരണവികാര വിരുദ്ധതയ്ക്ക് കേരളം കൊടുത്ത വലിയൊരു ചുട്ട മറുപടിയാണ്. വിഷയത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഉറപ്പായിട്ടും തോക്കുന്ന 5 മന്ത്രിമാർ. അതായത് ഒരൊറ്റ കാര്യം, അതായത് മന്ത്രിമാർ ഏകദേശം പിണറായി വിജയൻ ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം തോറ്റ് പണ്ടാരടങ്ങും എന്നാണ് പറയുന്നത്. അതൊന്നും നമ്മൾ വെക്കുന്നില്ല. അതായത് ഉറപ്പായിട്ടും തോക്കുന്ന 5 മന്ത്രിമാരിൽ 1-ാം സ്ഥാനത്തുള്ളത് ശിവൻകുട്ടിയാണ്. വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി തോറ്റു പണ്ടാരടങ്ങുമെന്നാണ് എല്ലാ എക്സിറ്റ് പോൾ കണക്കിലും, അതായത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. അവിടെ മത്സരം ശബരിനാഥും രാജീവ് ചന്ദ്രശേഖറും തമ്മിലാണ്. ഓക്കെ, UDFന്റെ ശബരിനാഥ് ജയിച്ചാലും രാജീവ് ചന്ദ്രശേഖർ ജയിച്ചാലും ഈ പറയുന്ന ശിവൻകുട്ടിക്ക് ഒരിക്കലും ജയസാധ്യത ഇല്ല. അതുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി 100-ൽ 101% തോറ്റ് പണ്ടാരടങ്ങുമെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. രണ്ടാമത്തെ മന്ത്രി വലിയൊരു മഹാനാണ്, ഗണേഷ് കുമാറാണ്. ഗണേഷ് കുമാർ 100-ൽ 101% തോറ്റ് പണ്ടാരടങ്ങും. ഗണേഷ് കുമാർ എന്ന് പറയുന്നത് CPM-ന്റെ വലിയൊരു ശക്തി കേന്ദ്രമാണ്. CPM കോട്ടയിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. പക്ഷേ സ്വന്തം ഭാര്യയെ ചതിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ അവിഹിതം സ്വന്തം ഭാര്യ കയ്യോട് പിടിച്ചത് കൊണ്ട്, അതായത് അത് ഈ വയസ്സാം കാലത്ത് ഗണേഷ് കുമാറിന് വേണോ? ഭാര്യക്ക് പൈസ കൊടുത്തിട്ട് പറയുകയാണ് നീ സിനിമക്ക് പോ. ആ പാവം ഭാര്യ സിനിമക്ക് പോയി കഴിഞ്ഞാൽ വേറെ ഒരാളെ വീട്ടിനുള്ളിലേക്ക്, വേറെ ഏതോ ഒരു സ്ത്രീയെ വീട്ടിനുള്ളിലേക്ക് കയറ്റിയിട്ട് മറ്റേ പരിപാടി ചെയ്യുന്നത് വളരെ വളരെ തെറ്റാണ്. ഇത്രയും വലിയൊരു മന്ത്രി, അത് അവിടുത്തെ നാട്ടുകാർ നല്ല രീതിയിൽ ഏറ്റെടുത്തിട്ട് പീഡന വീരനായ ഗണേഷ് കുമാറിനെ തോൽപ്പിക്കുന്നു എന്നാണ് കിട്ടുന്ന വിവരം. ഉറപ്പായിട്ടും തോൽക്കുക തന്നെ ചെയ്യും. ഓക്കെ, നമ്മുടെ ലിസ്റ്റിൽ ഉറപ്പായും തോൽക്കാൻ പോകുന്ന 3-ാമത്തെ മന്ത്രിയാണ് ആരോഗ്യമന്ത്രിയായ വീണ ജോർജ്. അതായത് ഇവർ സിനിമയിലേക്ക് പോയാൽ ഉറപ്പായിട്ടും ഇവർക്ക് നല്ല അവാർഡ് കിട്ടും. അത്രയും ആക്ടിങ് ചെയ്യുന്ന ഒരു വലിയൊരു കഴിവ് ദൈവം ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് കോൺഗ്രസ് പ്രവർത്തകർ എന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ബാൻഡേജ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങേര് മറ്റേ ഈ പറയുന്ന ഹോസ്പിറ്റലിൽ കിടന്നത് ഞാൻ നിങ്ങളും കണ്ടിട്ടില്ലേ? അപ്പോ വീണ ജോർജ് ആരോഗ്യമന്ത്രിയാണ്. പക്ഷേ ശൈലജ ടീച്ചർ ആയിരുന്നു മുമ്പ് ആരോഗ്യമന്ത്രി. ശൈലജ ടീച്ചർക്ക് 100-ൽ 98 മാർക്കാണെങ്കിൽ വീണ ജോർജിന് 100-ൽ 11 മാർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ആരോഗ്യമന്ത്രിയായിട്ട് ഒരു പണിയും എടുത്തിട്ടില്ല എന്നാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സേവനയും ഈ പറയുന്ന ആരോഗ്യമന്ത്രി എടുത്തിട്ടില്ല. എന്തിനു വേണം? ഏറ്റവും അവസാനം നമ്മുടെ കേരളത്തിൽ ഒരു മലയാളി വാൽപ്പാറ അപകടത്തിൽ ആ ഡ്രൈവർ, അതായത് 9 പേർ മരിച്ചു. ജീവിച്ചിരിക്കുന്ന 1-2 പേർക്ക് മതിയായ ചികിത്സ എന്തുകൊണ്ടാണ് കേരളം ഉറപ്പാക്കുന്നില്ല? ആരോഗ്യമന്ത്രിയല്ലേ അതൊക്കെ കൊടുക്കേണ്ടത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആ പൊന്നു അവർ, അതായത് ആ വാൽപ്പാറ അപകടത്തിൽ ഡ്രൈവറായിട്ടുള്ള ആ പൊന്നു മോനെ വീടിന്റെ പട്ട എന്തോ വെച്ചിട്ട്, അതായത് ആധാരം വെച്ചിട്ടാണ് പാവത്തെ ഇപ്പോൾ
മറ്റേ ഹോസ്പിറ്റലിൽ ചികിത്സിക്കുന്നത്. ആരോഗ്യമന്ത്രി തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ ഇവർക്കാരെങ്കിലും വോട്ടിടോ? ഉറപ്പായിട്ടും തോറ്റ് പണ്ടാരടങ്ങുമെന്നാണ് പൊന്നുമനുഷ്യന്മാരെ ആരോഗ്യമന്ത്രി. ഓക്കെ, നമ്മുടെ ലിസ്റ്റിൽ 5ാമത്തെ മന്ത്രിയാണ് വാസവൻ. VN വാസവനും തോറ്റ് പണ്ടാരടങ്ങുമെന്നാണ് എക്സിറ്റ് പോൾ പറയുന്നത്. നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ, നാളെയാണ് സംഭവം നടക്കാൻ പോകുന്നത്. ഈ 5 മന്ത്രിമാർ ഉറപ്പായിട്ടും തോറ്റ് പണ്ടാരടങ്ങും, അതിൽ യാതൊരു തർക്കവുമില്ല. CPM-ന് എത്ര സീറ്റ് കിട്ടും? എൻ്റെ ഒരു അഭിപ്രായത്തിൽ പൊന്നുമനുഷ്യന്മാരെ, ഞാൻ കളിയാക്കുന്നതല്ല, ഒരു 35 സീറ്റ് കിട്ടിയാൽ, എൻ്റെ എക്സിറ്റ് പോളിൽ ഞാൻ മാറ്റം വരുത്തുന്നില്ല, ഇതാണ് എൻ്റെ എക്സിറ്റ് പോൾ. അതായത് എൻ്റെ എക്സിറ്റ് പോളിൽ ഞാൻ പറയുന്നത് 82 മുതൽ 86 സീറ്റ് വരെ UDF നേടും. അത് ഒരുപക്ഷെ കൂടും. CPM-ന് മിനിമം 50 സീറ്റിൽ കുറയാത്ത സീറ്റ് കിട്ടുമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ നിലവിലെ ട്രെൻഡ് അനുസരിച്ചിട്ട് ഒരു 33 സീറ്റ് കിട്ടിയാൽ വലിയ ഭാഗ്യമാണ് CPM-ന്. പിണറായി വിജയന്റെ ഭരണം അത്രയും ആണിയടിച്ചിട്ടുണ്ട് എന്നാണ്. പിണറായി വിജയൻ 100-ൽ 101% തോൽവി ഉറപ്പാക്കി എന്നാണ്. അതായത് ഒരു കാര്യം പറയാം, ശ്രീ പിണറായി വിജയൻ ഉണ്ടല്ലോ, 10 വർഷം പിണറായി വിജയന്റെ കൂടെ ആരൊക്കെ പണിയെടുത്തോ, പിണറായി വിജയന്റെ താങ്ങും തണലുമായിട്ട് ആരൊക്കെ ഉണ്ടായിരുന്നു, അവരോടൊക്കെ നന്ദി പറഞ്ഞിട്ട് പിണറായി വിജയൻ തലസ്ഥാനം വിട്ടു എന്നാണ് ഇന്നലെ വന്ന വാർത്ത. അതായത് പിണറായി വിജയന് 100-ൽ 101% ഒരു കാര്യം ഉറപ്പായി, ഞാൻ തോറ്റ് പണ്ടാരടങ്ങും. ഇനിയിപ്പോൾ പിണറായി വിജയൻ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും, അതായത് അങ്ങേർക്ക് 80 വയസ്സായി, അങ്ങേരുടെ നമ്മളിപ്പം ഞാൻ നാളെ മരിക്കും, ഇല്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല, വയസ്സായവരും മരിക്കുന്നുണ്ട്, വയസ്സാവാത്തവരും മരിക്കുന്നുണ്ട്. ഒരു കാര്യം പറയാം, പിണറായി വിജയന് 80 വയസ്സായി, ഇതുവരായിട്ട് CPM-ന്റെ ഒരു പിൻഗാമി ആരും ചോദിച്ചാൽ ഉത്തരമില്ല പിണറായി വിജയൻ. ഇപ്പോഴും പിണറായി വിജയൻ മാത്രമാണ്. അതാണ് ഏറ്റവും പിണറായി വിജയന്റെ വലിയൊരു ഫോൾട്ട്. ഇപ്പൊ പിണറായി വിജയൻ ഒന്ന് ആഗ്രഹിക്കുന്നത്, അയാൾ മരിക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും CPM പാർട്ടി തിരിച്ചു വന്നാൽ മതിയായിരുന്നു എന്നാണ്. കുറെ പണിയുണ്ടെന്നേ. അതായത് CPM എന്ന ആ ഒരു പാർട്ടിക്ക് ഇനി സീറ്റ് കിട്ടാൻ നല്ല പണിയുണ്ട്. കേരളത്തിൽ ഇനി അധികാരം കിട്ടണമെങ്കിൽ വലിയ പണിയുണ്ട്. CPM പാർട്ടി നല്ലോണം പണിയെടുക്കണം. എന്തിനു വേണം? ഒരു എക്സാമ്പിൾ പറയാം, ഇനി വരുന്ന 10 വർഷം ഉറപ്പായിട്ടും കോൺഗ്രസ് തന്നെയാണ് ഭരിക്കാൻ പോകുന്നത്. പക്ഷേ പിണറായി വിജയൻ അങ്ങനെയാക്കി കളഞ്ഞു. ഓക്കെ, ഏറ്റവും അവസാനം നമുക്ക് കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയാവുമെന്ന് ചർച്ച ചെയ്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പൊന്നുമനുഷ്യന്മാരെ, കുറേ പേരോട് ആര് മുഖ്യമന്ത്രിയാവണമെന്ന് ചോദിക്കുമ്പോൾ ചിലർ പറയുന്ന ഉത്തരമാണ് KC വേണുഗോപാൽ. ഞാനൊരു കാര്യം പറയാം, ഗ്രൗണ്ടിലിറങ്ങി കളിച്ചത് VD സതീശനാണ്. കോൺഗ്രസ് ഒന്നുമല്ലാത്ത സമയത്ത് കോൺഗ്രസിനെ 2 കൈയും പിടിച്ചിട്ട് കോൺഗ്രസ് ഇങ്ങനെ കൊണ്ടുവന്നത് ഈ പറഞ്ഞ VD സതീശനാണ്. VD സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോഴാണ് കോൺഗ്രസ് തോൽവി അറിയാതെ ഇങ്ങനെ വന്നത്. നോക്കൂ നിങ്ങൾ, പാലക്കാടിൽ ബൈ ഇലക്ഷൻ നടന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചിട്ടില്ലേ? നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിട്ടില്ലേ? ലോകസഭയിൽ തൂത്തുവാരിട്ടില്ലേ കോൺഗ്രസ്? ഇതൊക്കെ പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് കേരളം ഇതുവരെ കാണാത്ത രീതിയിലുള്ള കോൺഗ്രസ് ജയിച്ചത്. ഈ പറയുന്ന KC വേണുഗോപാൽ നല്ലൊരു നേതാവാണ്. പക്ഷേ അദ്ദേഹം പാർലമെന്റിൽ ഇരിക്കട്ടെ, അദ്ദേഹം നരേന്ദ്രമോദി കാണിക്കുന്ന വൃത്തികേടും അമിത്ഷാ കാണിക്കുന്ന ദുർബലമായ ഭരണത്തെ കുറിച്ചിട്ട് പറയാൻ പറ്റിയ ഒരു മനുഷ്യനാണ് ഈ പറയുന്ന KC വേണുഗോപാൽ. അദ്ദേഹം കേരളത്തിലേക്ക് ആവശ്യമില്ല. ഇത് CPM പാർട്ടിയല്ല, ഇത് UDF ആണ്, കോൺഗ്രസ് ആണ്. കോൺഗ്രസിൽ ഇഷ്ടം പോലെ കഴിവുള്ള നേതാക്കളുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി ആക്കുമെന്ന് പറയുമ്പോൾ സുധാകരൻ മിണ്ടാതിരിക്കുന്നതാണ് നിങ്ങൾ വിചാരിച്ചത്. സുധാകരൻ പറയും ഞാനും മുഖ്യമന്ത്രി ആവുന്നു. രണ്ടും, അതായത് ഇവരൊക്കെ കഴിവുള്ള മുഖ്യമന്ത്രിമാർ, അതായത് കഴിവുള്ളവരാണ്. KC ആണെങ്കിലും സുധാകരനാണെങ്കിലും കഴിവുള്ളവരാണ്. കോൺഗ്രസിൽ ഇഷ്ടം പോലെ അങ്ങനെയുള്ള നേതാക്കൾ ഉള്ളത് നമ്മുടെ തെറ്റല്ല, അത് കോൺഗ്രസിന്റെ വലിയൊരു വിജയമാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, രമേശ് ചെന്നിത്തല നല്ലൊരു നേതാവ് തന്നെയാണ്. രമേശ് ചെന്നിത്തലയും ഈ ലിസ്റ്റിൽ വേണ്ട. VD സതീശനാണ് കഷ്ടപ്പെട്ടിട്ട് കോൺഗ്രസിനെ ഈ നിലക്കെത്തിച്ചത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയുള്ള ഒരൊറ്റ ഒരാൾ, അത് VD സതീശൻ എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. ഓക്കെ, അപ്പോൾ എന്തായാലും തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ വരാം. ഓക്കെ, ബൈ.